നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂർ വേണ്ടി വന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷി എത്രയുണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ. പുതിയ കാലത്തെ പടക്കളത്തിൽ മുന്നേറാൻ ഒരുപാട് കാര്യങ്ങൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിച്ചു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തി വരുന്നത്. അതേസമയം പുതിയ പടക്കളത്തിലെ ഭടന്മാരാരെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമേ ഉള്ളൂ, അത് ഡ്രോണുകളാണ്. ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യ ഇനിയും കൂടുതൽ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന് ഈ ഓപ്പറേഷൻ വെളിപ്പെടുത്തി. പാകിസ്ഥാന്റെ സൈനിക തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചപ്പോൾ അതെല്ലാം തരിപ്പണമാക്കി നമ്മുടെ വ്യോമസുരക്ഷയുടെ മേൽക്കോയ്മ രാജ്യം വിളിച്ചോതി. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ആക്രമണങ്ങളെ വിജയകരമായി പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ച നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച പാകിസ്ഥാൻ നമ്മെ ലക്ഷ്യം വയ്ക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാന്റെ നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ നമ്മുടെ വ്യോമ പ്രതിരോധത്തിന്റെ ശേഷി തുറന്നു കാട്ടിയെന്ന പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്ത്യക്കൊപ്പമുണ്ട്. കൂടാതെ ഓപ്പറേഷൻ സിന്ധൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും മറ്റ് സംരക്ഷണ നടപടികളും ഇന്ത്യയിൽ ഉണ്ട്. ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പ്രധാനമായും മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, റോക്കറ്റുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും അത്തരം ആക്രമണങ്ങൾ തടയുന്നതിൽ അവ ഫലപ്രദമാണെന്നും പ്രതിരോധ വിദഗ്ധർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇനി വരാനിരിക്കുന്നത് ഡ്രോൺ യുദ്ധകാലമായതിനാൽ തന്നെ ഡ്രോണുകൾ മാത്രമല്ല, അവ പ്രതിരോധിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശേഷിയും ദിനം പ്രതി നാം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യവുമാണ്. താഴ്ന്ന ഉയരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ മറ്റെന്തെങ്കിലും കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഒരു C-RAM സംവിധാനം ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നത്. ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ നേരിടാൻ ഈ സംവിധാനം വളരെ സഹായകരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിർത്തിയിലെ സൈനിക താവളങ്ങളുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ സഹായിക്കും. അമേരിക്കയുടെ ഫാലാങ്സ അല്ലെങ്കിൽ ഇസ്രായേലി അയൺ ഡോം എന്നിവയ്ക്ക് സമാനമായി റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ, മോട്ടാറുകൾ, ഡ്രോണുകൾ തുടങ്ങിയ താഴ്ന്ന ഉയരത്തിലുള്ള ഭീഷണികളെ നശിപ്പിക്കുന്നതിനാണ് C-RAM സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വരുന്ന റോക്കറ്റുകൾ, പീരങ്കികൾ, മോട്ടാറുകൾ എന്നിവ ലക്ഷ്യത്തിലെത്തും മുൻപ് കണ്ടെത്തുന്നതിനും അത് നശിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നതിനും ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സംവിധാനങ്ങളാണ് കൗണ്ടർ റോക്കറ്റ് ആർട്ടിലറി, മോട്ടോർ, ചുരുക്കത്തിൽ ഇതിലെല്ലാം കൂടെ C-RAM അല്ലെങ്കിൽ കൗണ്ടർ റാം എന്ന് പറയപ്പെടുന്നത്. 20 mm ലാൻഡ് ബേസ്ഡ് ഫാലാങ്സ് വെപ്പൺ സിസ്റ്റം, അമേരിക്കയുടെ നാവികസേനയുടെ ഫാലാങ്സ് ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റത്തിന്റെ ഒരു കരാധിഷ്ഠിത വകഭേദമാണ് മിസൈലുകളിൽ നിന്ന് കപ്പലുകളുടെ സംരക്ഷണത്തിനായി റഡാർ നിയന്ത്രിത റാപ്പിഡ് ഫയർ ഗൺ. വെടിവെക്കുന്നതിന് മുൻപ് വരുന്ന തീയെ ദൃശ്യപരമായി തിരിച്ചറിയാൻ ഓപ്പറേറ്റർമാരെ അനുവദിക്കുന്നതിന് ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് അതായത് FLIR ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നാവിക ഫാലാങ്സ് സിസ്റ്റങ്ങൾ ടങ്സ്റ്റൺ ആമർ പിയേഴ്സിംഗ് റൗണ്ടുകൾ എന്നിവ വെടിവെക്കുമ്പോൾ C-RAM 20 mm HEIT SD വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ M163 വാൾക്കൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനായി വികസിപ്പിച്ചെടുത്തതാണ്. അതുവഴി ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത റൗണ്ടുകളിൽ നിന്നുള്ള കൊളാറ്ററൽ നാശനഷ്ടങ്ങളുടെ സാധ്യത വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം പ്രതിരോധ കവചങ്ങളാണ് ഇന്ത്യ ഇനി നിർമ്മിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. DRDO എല്ലാം ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഉടൻ തന്നെ ഇന്ത്യയുടെ അതിർത്തികളുടെ കവചങ്ങളായി ഇത് മാറും. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നിടത്ത് തന്നെ ഇന്ത്യക്ക് അടിച്ചിടാൻ കഴിയുമെന്നത് വ്യക്തവുമാണ്.